ജീവിക്കാൻ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടന്ന ഉണ്ണിക്കുണ്ണം പോറ്റി ഒരു വണ്ടി പിടിച്ച് ബാംഗ്ലൂരിലെത്തി. എന്തായാലും അവിടെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ ഉപശാന്തിയായി കയറിക്കൂടി. കഷ്ടിച്ച് കഴിഞ്ഞുകൂടാനുള്ളത് കിട്ടുമായിരുന്നു. പുള്ളിക്ക് ലോട്ടറി അടിച്ച് ശബരിമലയിൽ കയറിക്കൂടി. പിന്നെ വെച്ചടി വെച്ച് കയറ്റമല്ലായിരുന്നു. രാഷ്ട്രീയക്കാരും തന്ത്രിയും കുന്ത്രിയും എല്ലാവരും ചേർന്നുകൊണ്ട്. പിന്നെ സ്പോൺസറായി എല്ലാ സമ്പന്നന്മാരെയെല്ലാം കണ്ട് നല്ലപോലെ വാചകടിക്കാൻ കഴിവുണ്ടായിരുന്നു. പറ്റിച്ച് ഈ സ്വർണ്ണപ്പാളിയെല്ലാം കൊണ്ടുപോയി പൂജ നടത്തി കോടികൾ സമ്പാദിച്ച് രാഷ്ട്രീയക്കാർക്കും വീതിച്ചു കൊടുത്ത് അവരുടെ പ്രിയ സ്നേഹഭാജനമായിരുന്നു. ഇപ്പോൾ ആർക്കും പോറ്റിയേ വേണ്ട. ഇവൻ്റെയൊക്കെ വീട്ടിൽ ഉറങ്ങി ലോകമെല്ലാം കറങ്ങി നടന്ന പോറ്റി. ഇവനെയൊക്കെയാണ്, ഈ രാഷ്ട്രീയക്കാരനെയാണ് ഇന്ന് ഹൈക്കോടതി എടുത്തിട്ട് കുടഞ്ഞേക്കുന്നത്. എങ്ങനെയാണ്? പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലുമീ പാപകർമ്മത്തിൻ പ്രതിക്രിയയാകുമോ? പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലുമീ പാപകർമ്മത്തിൻ പ്രതിക്രിയയാകുമോ? ഇവിടെ ഇപ്പോഴും പല രാഷ്ട്രീയക്കാരും ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അവർക്കിവിടെ മതവും ജാതിയും കുത്തിപ്പൊക്കി വീണ്ടും എങ്ങനെയെങ്കിലും പറ്റിക്കൂടി വീണ്ടും ബാക്കിയോടെ കൊള്ളയടിക്കാനാണ് ശ്രമിക്കുന്നത്. ശബരിമലയിലെ ആചാരം സംരക്ഷിക്കാൻ നടന്നവർക്കൊന്നും ഒരു ചെവിപ്പൂടെയുള്ള നായരുമില്ല, ഒരു കണിച്ചുകുളങ്ങര ഗുരുദേവനുമില്ല. ഹൈക്കോടതി നിയോഗിച്ച ഒരു SITയും ഹൈക്കോടതിയുടെ വടിയെടുപ്പും കൊണ്ട് മാത്രം ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇപ്പോഴൊക്കെ ഈടിയും ചാടിയൊക്കെ കയറി വന്നിട്ടുണ്ട്. എന്തോ സ്വാമിയേ ശരണമയ്യപ്പ.